നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ വീണേ? എന്താ നിന്റെ മനസ്സില്? എവിടേക്ക് പോകാനാ നിന്റെ പ്ലാൻ? ബാംഗ്ലൂരിലേക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. പക്ഷേ വിളിച്ചപ്പോ അവര് സീറ്റ് വേക്കൻ്റ് ഉണ്ടെന്നാ പറഞ്ഞു. എനിക്കെന്തോ ഒരു ക്ഷീണം പോലെ. ഞാനൊന്ന് ഇരിക്കട്ടെ. നാളെ വെളുപ്പിന് എൻ്റെ ഫ്രണ്ട് ഫൈസി കാറുമായിട്ട് വരും. ആരും കാണാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവും. എന്താ നിനക്ക്? ഇത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ലല്ലോ. ശ്രേയും നിഖിലേട്ടനുമായി ഒരു ജീവിതം. എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്താ വീണേ? എന്താ നിനക്ക് പറ്റിയത്? എനിക്ക് സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചാണോ? കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത വണ്ടിയിൽ പോവാം. അല്ലെങ്കിൽ നമുക്ക് തറവാട്ടിലേക്ക് പോവാം. അവിടെ മുത്തശ്ശിയുണ്ടല്ലോ. അമ്മേ, എനിക്കെന്തോ തല ചുറ്റുന്നത് പോലെ. ഞാൻ ഇവിടെ നിന്ന് കിടന്നോട്ടെ. അയ്യോ, ഇവിടെ ഈ ബസ് സ്റ്റാൻഡിലോ? അത് വേണ്ട. ഇവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അങ്ങോട്ട് പോവാം. വാ. അമ്മ പറയുന്ന പോലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാ ഈ രാത്രി എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാം. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബാംഗ്ലൂർക്കുള്ള ബസ്സിൽ എനിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് റിക്വസ്റ്റ് ചെയ്ത അമ്മയ്ക്കും കൂടി സീറ്റ് കിട്ടിയേക്കും. അതല്ലെങ്കിൽ നമുക്ക് അപ്പം ആലോചിച്ച പോരെ. എനിക്കിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് പോകേണ്ട കാര്യമില്ല. ഈ തലചുറ്റലൊക്കെ പെട്ടെന്ന് മാറും. ടെൻഷൻ കൊണ്ട് ബ്ലഡ് പ്രഷർ കൂടിയതായിരിക്കും. എല്ലാം ശരിയായി. നാളെ കല്യാണമാ, അങ്ങനെ വിചാരിച്ചതല്ലേ. പെട്ടെന്നിങ്ങനെ. അതെല്ലാം നമ്മുടെ വിധിയാ മോളെ. മരുവത്തൂരിന് പണ്ടേയുള്ള ശാപ. ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ഒരു വിവാഹവും സമയത്ത് നടന്നിട്ടില്ല. രൂപേഷിന്റെ കല്യാണവും നീ മറന്നുപോയോ? പവിത്രന്റെ കല്യാണവും ഒരിക്കലും മുടങ്ങിയതാ. നീ വിഷമിക്കാതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എനിക്കൊരു അസുഖവും ഇല്ലെന്നെങ്ങാനും ഡോക്ടർ പറയൂ. എന്റെ പ്രശ്നം ശരീരത്തിനല്ല, മനസ്സിനാ. BP 160. വളരെ കൂടുതലാണല്ലോ. BP-ക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. കൂടെ ആരും വന്നിട്ടില്ലേ? അമ്മയുണ്ട്, പുറത്ത് നിൽക്കുക. അമ്മയെ കൂടി വിളിച്ചോളൂ. സിസ്റ്റർ, ഇവരുടെ കൂടെ വന്ന അമ്മയോട് വീണയുടെ കൂടെ വന്ന ആളെ ഇങ്ങോട്ട് വിളിച്ചോളൂ. ശരി ഡോക്ടർ. ഡോക്ടർ, എന്നെ ഒന്ന് സഹായിക്കണം. ഡോക്ടർ വിളിക്കുന്നു. ഈ കുട്ടിയുടെ അമ്മയല്ലേ? എന്താ പുറത്തു നിന്നത്? BP ലെവൽ വല്ലാതെ കൂടുതൽ കാണിക്കുന്നുണ്ട്. 200-ന് മുകളിലെന്ന് പറയുമ്പോൾ ബിയോണ്ട് കൺട്രോൾ ആണ്. ഗുളിക കഴിച്ചാലൊന്നും മാറില്ല. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണം. ട്രിപ്പ് ഇടേണ്ടി വരും. റെസ്റ്റ് വേണം. ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ പോവാം. സിസ്റ്റർ, ബ്ലഡും യൂറിനും എല്ലാം ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട്. പിന്നെ ECG ടെസ്റ്റ് കൂടി വേണം. ECG നാളെ രാവിലെ മാത്രമേ നടക്കൂ ഡോക്ടർ. ലാബിൽ ആളില്ല. അത് നാളെ മതി. ഡോക്ടർ,
പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും കാണാൻ വഴിയില്ല. ഇവക്ക് നല്ല ടെൻഷനുണ്ട്, പിന്നെ മാനസികമായിട്ടാകെ തളർന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ അടുത്ത് തന്നെ വിവാഹം നടക്കേണ്ടിയിരുന്ന കുട്ടിയാ. ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം വിവാഹം മുടങ്ങി. അങ്ങനെയല്ല ഡോക്ടർ, എന്നെ മാരേജ് ചെയ്യാനിരുന്ന ആള് മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. അത് മറച്ചു വെച്ചായിരുന്നു മാരേജ് ഫിക്സ് ചെയ്തത്. ഇന്നിപ്പോ അയാള് സ്നേഹിച്ച പെൺകുട്ടിയുമായി നാട് വിട്ടു, കല്യാണം മുടങ്ങി. എന്നിട്ടാണോ വേറെ ഫാമിലി ഇഷ്യൂസ് എന്ന് പറഞ്ഞത്? നോക്കു വീണ, ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ നേരിടാൻ മെന്റലി പ്രിപ്പയർ ആവണം. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ സെൻസ് ഉള്ളവരും ബോൾഡാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പണ്ടുള്ളവർ പറയാറില്ലേ, വിവാഹം തീരുമാനിക്കപ്പെടുന്നത് ഇവിടെയല്ല സ്വർഗത്തിലാണെന്ന്. അങ്ങനെയല്ല, വിവാഹം ഒരു യോഗമാണ്, ഫേറ്റ്. എത്ര വിചാരിച്ചാലും എത്ര ശ്രമിച്ചാലും വിവാഹം നടക്കേണ്ട സമയത്ത് ഓരോരുത്തരുടെയും വിധിക്കനുസരിച്ചുള്ള വരനുമായിട്ടേ അത് നടക്കൂ. നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരുപക്ഷെ വീണയുടെ നന്മയ്ക്കായിരിക്കും അയാൾ ഒഴിഞ്ഞു പോയത്. ഇത്തരം മാനസികാവസ്ഥയുള്ളൊരു കുട്ടിയെ നിങ്ങൾ ഇത്ര ലാഘവത്തോടെ കാണുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ സിസ്റ്റർ, പേഷ്യന്റിനെ ലാബിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കൂ. ഞാൻ അഡ്മിഷൻ എഴുതിയിട്ടുണ്ട്. ശരി ഡോക്ടർ. നോക്കൂ അമ്മേ, വീണ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഫെയിലിയർ ആയിട്ടാണ് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിട്ടുള്ളത്. അവള് കുറച്ച് പിൽസ് ഒരുമിച്ച് കഴിച്ചു. മെഡിസിന്റെ ഡോസ് വളരെ കുറവായിരുന്നത് കൊണ്ടും പൊതുവെ നല്ല ഹെൽത്തി ആയിരുന്നത് കൊണ്ടും ഒന്നും സംഭവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. വന്ന ഉടനെ ആ കുട്ടി എന്നോട് ആവശ്യപ്പെട്ടത് സ്ലീപ്പിംഗ് പിൽസ് ആണ്. സൂക്ഷിക്കണം, വിവാഹം നടക്കാതെ പോയതിന്റെ ഷോക്കിലാണ് ആ കുട്ടി. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും അബദ്ധം കാണിച്ചെന്നിരിക്കും. നാളെ നേരം വെളുത്ത ഉടനെ അത്യാവശ്യമായ ഒരു കൗൺസിലിംഗ് ആ കുട്ടിക്ക് കൊടുക്കണം. ഇവിടെ അതിനു പറ്റിയ ഡോക്ടറുണ്ട്. അമ്മ എന്തോന്നും പറയാത്തത്? അവൾ എന്തെങ്കിലും പിൽസ് കഴിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവള് കള്ളം പറഞ്ഞതാവാനേ വഴിയുള്ളൂ. ഡോക്ടർ പറഞ്ഞതുപോലെ അവള് നല്ല ബോൾഡാണ്. കൗൺസിലിങ്ങിന്റെ കാര്യമൊന്നുമില്ല. പിന്നെ അവളെയും കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നടക്കാനിരിക്കുന്ന വിവാഹം അവള് കാരണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാ. അവിടെ നിന്നാൽ ഒരുപക്ഷെ കെട്ടാനിരുന്ന പയ്യനും പെണ്ണിനും ഒക്കെ ജീവന് ഭീഷണിയാവും. അതുകൊണ്ട് മാത്ര കല്യാണ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. തൽക്കാലം ഇവിടെ അഡ്മിറ്റ് ചെയ്തത് നന്നായി. കഴിയുമെങ്കിൽ ഡോക്ടർ അവളെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനൊന്ന് അനുവദിക്കണം. അതിന് വല്ല പിൽസോ മരുന്നോ എന്തായാലും. കുറെ ദിവസമായി അവള് ഊണും ഉറക്കവും ഒന്നുമില്ലാത്തൊരവസ്ഥയിലായി. എന്ത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ. എളുപ്പമൊന്നും ആർക്കും അവളെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. ഞാൻ ഒരു മയത്തിൽ അവളെ ഹാൻഡിൽ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഡോക്ടർ പേടിക്കണ്ട, അവളൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഒന്ന് വിശ്രമിച്ച് ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ അവള് നോർമലാവും. അതുവരെ അവൾ ഇവിടെ കിടക്കട്ടെ. ഡോക്ടർ അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നാൽ മാത്രം മതി. പ്ലീസ് ഡോക്ടർ.